അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി നാളെ മുതൽ കർശന നിയന്ത്രണങ്ങളാണ്. CRPFന്റെ നേതൃത്വത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നത്. ട്രസ്റ്റ് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നാളെ അവസാനഘട്ട വിലയിരുത്തൽ യോഗം ചേരും. കൂടുതൽ വിവരങ്ങളുമായി രാധാകൃഷ്ണൻ അയോധ്യയിൽ നിന്ന് ഇറക്കിയ റിപ്പോർട്ടിലേക്ക്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ നടന്നുവരുന്ന പൂജകളിൽ നാളെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഒപ്പം അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടിട്ട് വളരെ പ്രധാനപ്പെട്ട നിയന്ത്രണങ്ങൾ വരുന്ന ഒരു ദിവസവുമാണ് നാളത്തെ പ്രധാനപ്പെട്ട നിയന്ത്രണങ്ങളിൽ ഏറ്റവും ആദ്യത്തേത് അയോധ്യയിലേക്ക് ദർശനം താൽക്കാലിക ക്ഷേത്രത്തിൽ ദർശനം ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഒപ്പം അയോധ്യയിൽ നിന്നുള്ള ട്രെയിൻ സർവീസുകൾ 23-ാം തീയതി വരെ ഇനി ഉണ്ടാകില്ല. അയോധ്യയിലേക്ക് പ്രവേശനം സാധാരണ ഈ ക്ഷണ കത്തുകൾ 7000 പേരെയാണ് ക്ഷണിച്ചിരിക്കുന്നത്. അവർക്ക് ക്ഷണക്കത്തുകളും വിതരണം ചെയ്തിട്ടുണ്ട്. അവർക്ക് മാത്രമായിരിക്കും നാളെ പ്രവേശനം ഉണ്ടാവുക. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ നാളെയും ഈ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിലയിരുത്തൽ നടക്കും. നാളെ മുതലുള്ള ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരും കേന്ദ്രമന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ ഈ അയോധ്യയിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ആണ് ഒരുക്കിയിരിക്കുന്നത്. ഒരു 3 ലെയർ പ്രൊട്ടക്ഷനാണ് അയോധ്യയ്ക്ക് നാളെ ഉണ്ടാവുക. അതിൽ CRPFന്റെ ഭാഗത്താണ് ഏറ്റവും കേന്ദ്ര അർദ്ധസൈനിക വിഭാഗമായിട്ടുള്ള CRPFന്റെ ഭാഗത്തായിരിക്കും പ്രധാനപ്പെട്ട ചുമതല ഉണ്ടാകുന്നത്. ഒപ്പം ഉത്തർപ്രദേശ് പോലീസിന്റെയും പ്രത്യേക പോലീസ് സംഘത്തിന്റെയും നേതൃത്വത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കുന്നത്. പഴുതടച്ച സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവയെല്ലാം ചെയ്തിരിക്കുന്നത്. അടുത്ത ദിവസം നടക്കുന്ന പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് 22-ാം തീയതി നടക്കുന്ന പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവസാനഘട്ട വിലയിരുത്തൽ യോഗം നാളെ നടക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ട്രസ്റ്റ് ഭാരവാഹികൾ അടക്കമുള്ളവർ നിലവിൽ നടന്നുവരുന്ന ഒരുക്കങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിലയിരുത്തൽ നടത്തും. നാളെ സരയൂ നദിയിൽ നിന്ന് കൊണ്ടുവരുന്ന ജലം ഉപയോഗിച്ച് രാംലല്ലയ്ക്ക് അഭിഷേകം നടത്തുന്നു എന്നുള്ളതും നാളത്തെ ചടങ്ങുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കും. അതിനുശേഷമുള്ള മണിക്കൂറുകളിൽ രാംലല്ല അടച്ച് പുതിയ ക്ഷേത്രം അടയ്ക്കുന്ന ഒരു സാഹചര്യമാകും ഉണ്ടാവുക. അതിനുശേഷം ഈ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകൾക്കാകും പിന്നീട് ഈ ക്ഷേത്രത്തിൽ തുറക്കുക എന്നുള്ളത്. ക്ഷേത്രത്തിൽ നിലവിൽ നടന്നുവന്ന പുറത്ത് നടക്കുന്ന പൂജകളുടെ ഒരു തുടർച്ച അതിന് സമാന്തരമായിട്ട് നടക്കുകയും ചെയ്യും. അയോധ്യയിലേക്ക് ഇന്ന് വലിയ ജനപ്രവാഹമാണ് ഉണ്ടായത്. അവസാന ദിവസത്തെ സന്ദർശനം രാംലല്ലയിൽ താൽക്കാലിക ക്ഷേത്രത്തിലെ രാംലല്ലയിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള പ്രവാഹമായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത്. ഇന്ന് ഈ മടങ്ങുന്ന ഇവിടെ നിന്നുള്ള ഭക്തർ മടങ്ങുന്ന ഇതിന് തുടർച്ചയായിട്ട് ഈ നിയന്ത്രണങ്ങളും ശക്തമായിട്ടുള്ള നിയന്ത്രണങ്ങളും രാത്രിയോടുകൂടി വരും. സരയൂ അടക്കമുള്ള മേഖലകളിലൊക്കെ ഈ സുരക്ഷാ സൈനികരെ ഇതിനകം തന്നെ വിന്യസിച്ചിട്ടുണ്ട്. എല്ലായിടങ്ങളിലും അയോധ്യ ഒരു കനത്ത സുരക്ഷാ ക്രമീകരണത്തിന്റെ വലയിലായിട്ടുണ്ട് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനായിട്ട് സാധിക്കുക.